വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം. ആവണി മോൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഈ വീൽ ചെയറിലിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വീഡിയോ നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ആ കുടുംബത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെയാണ്. ഏതാണ്ട് 10-12 മണിക്കൂർ കൊണ്ട് 14 ലക്ഷം രൂപയോളമാണ് ജാതി മതഭേദമന്യേ ഉസ്താദിലേക്ക് അത് എത്തിയതും അത് ആ കുടുംബത്തിലേക്ക് കൊണ്ടുപോയതും. നിങ്ങൾ ഒരു പക്ഷേ ചിലപ്പം നിങ്ങളിൽപ്പെട്ട പല ആളുകളും ആ ഒരു വീഡിയോ ചിലപ്പം കണ്ടിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ കാളി മീഡിയയുടെ അനൂപ് എന്ന് പറയുന്ന ഒരു കറ തീർന്ന ഒരു RSSകാരൻ, പുള്ളിയുടെ വീഡിയോകൾ ഞാൻ 2-3 റിയാക്ട് ചെയ്തിട്ടുണ്ട്. അന്നേരമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, നല്ലത് RSSകാരൻ പറഞ്ഞാലും അത് നല്ലതെന്ന് പറയുമ്പോഴാണ് നമ്മളുടെ ഈ ചെയ്യുന്ന തൊഴിലിന് എന്താ പറയുക ഒരു സത്യസന്ധത ഉണ്ടാകുന്നത്. അപ്പോൾ കാളിയണ്ണൻ ചെയ്ത പല വീഡിയോസിനും ഞാൻ അതിന് റിയാക്ട് ചെയ്തു. കാരണം പുള്ളി പറഞ്ഞിട്ടുള്ളതൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. കാരണം അനാവശ്യമായിട്ട് നേരം വെളുത്ത് മുഖം കഴുകി എഴുന്നേറ്റ ഉടൻ തന്നെ ഈ മുസ്ലിമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ അപരമത വിദ്വേഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് സംഘികൾ. എന്നാൽ കേരളത്തിലെ ജാതി മതഭേദമന്യേ ഇവിടുത്തെ ജനങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കണ്ട് സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ. അതിനകത്ത് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയൊന്നുമില്ല. മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മനുഷ്യനെ മനുഷ്യനായി പരിഗണിക്കുന്ന എല്ലാവരും ഒരാളുടെ പ്രയാസവും ദുഃഖവും കണ്ടാൽ അത് ചെയ്യും. കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പാണ് ഒരു അമ്പല കമ്മിറ്റി ഒരു മുസ്ലിം കുടുംബത്തെ രക്ഷിതായിട്ടുള്ള വീഡിയോ, അതും ഈ അൻസാരി സൂര്യ ഉസ്താദിന് ആ വീഡിയോയിൽ അത് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കാളിയണ്ണൻ ചെയ്യുന്ന ചില വീഡിയോകൾ കാണുമ്പോഴത്തേക്ക് സത്യത്തിൽ പുള്ളിയെ ഞാൻ സപ്പോർട്ട് ചെയ്യും. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പട്ടിയുടെ വാല് കുഴലിട്ടിട്ട് അത് വലിച്ചൂരി എടുത്താൽ വളഞ്ഞിരിക്കുമെന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഇപ്പം നമ്മുടെ അൻസാരി സൂര്യ ഉസ്താദ് ഈ ആവണി മോളുടെ വീഡിയോ ചെയ്തു. ആ വീഡിയോ ഒരുപാട് ആളുകൾ കണ്ടു. കഴിഞ്ഞ ദിവസം ഒരു ഹൈന്ദവ സഹോദരൻ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ മുസ്ലിം പള്ളിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പിരിവിന് ചെന്നു. പിരിവിന് ചെന്നപ്പോഴത്തേക്ക് പള്ളി കമ്മിറ്റിക്കാർ അവരെ കണ്ടു. അങ്ങനെ പള്ളി കമ്മിറ്റിക്കാരും കൂടെ കൂടിക്കൊണ്ട് 4-5 പള്ളികളിലേക്ക് ഈ ആവശ്യവും പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയുടെ ചികിത്സ ആവശ്യവും പറഞ്ഞുകൊണ്ട് പോവുകയും അവരുദ്ദേശിക്കുന്നതിനെക്കാട്ടി കൂടുതൽ പണം അവർക്ക് ലഭിച്ചുവെന്ന് അദ്ദേഹം വന്നിട്ടൊരു വീഡിയോയിൽ വന്ന് പങ്കുവച്ചായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ അൻസാരി സുഹരി ഉസ്താദിനെ കുറിച്ചിട്ടൊരു ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തു. അപ്പം അതെല്ലാം കൂടെ കണ്ടിട്ടാണ് നമ്മുടെ കാളിയണ്ണന് എന്തോ ഒരു ജലദോഷവും തുമ്മലും പനിയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് ഉസ്താദിൻ്റെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇന്ന് ഈ വെള്ളിയാഴ്ച പുലരിയുടെ ഏറ്റവും വലിയ സന്തോഷം എന്നറിയോ? ഇന്നലെ ഒരു നിർധന കുടുംബത്തിൽപ്പെട്ട ആവണി മോൾ എന്ന് പറഞ്ഞ പൊന്നുമോളുടെ വീഡിയോ, ജീവിതകാലം മുഴുവൻ വീൽ ചെയറിൽ കഴിച്ചു കൂട്ടിയ മോളുടെ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവച്ചപ്പം നിത്യവേദന കൊണ്ട് ജീവിക്കുന്ന നിങ്ങളൊക്കെ നിങ്ങളുടെ വേദനത്തിൻ്റെ ഒരു ഭാഗം തന്ന് ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി സന്നദ്ധമായപ്പോൾ 15 മണിക്കൂർ കൊണ്ട്, കേവലം 15 മണിക്കൂർ കൊണ്ട് അൽഹംദുലില്ലാ ഏകദേശം 13 ലക്ഷം രൂപ നമ്മൾ സമാഹരിച്ചു. ജാതിമത ഭേദമന്യേ ഉദ്യമനത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും പടച്ച തമ്പുരാൻ സർവ്വ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ രാവിലെ സോഷ്യൽ മീഡിയ തുറന്നപ്പം നമ്മുടെ കാളിച്ചേട്ടൻ എന്തോ ഒരു വയറിളക്കം. പറഞ്ഞു, നിങ്ങൾ ഈ പള്ളിയിൽ നിന്നൊക്കെ ഏതെങ്കിലും ഹിന്ദുക്കൾക്ക് സഹായം കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ കുട്ടിപ്പാടി അതിന്റെ ആ ഒരു ഫലം കളയാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നമ്മളാരും കുട്ടിപ്പാടിയിട്ടില്ലേട്ടാ. കുട്ടിപ്പാടിയാ? പ്രേമേട്ടൻ പുന്നാടാണ് പറഞ്ഞത്. പ്രേമേട്ടൻ പുന്നാടിന്റെ കണ്ടന്റ് കാളിച്ചാട്ട് മനസ്സിലായില്ല. പ്രേമേട്ടൻ പുന്നാട് പറഞ്ഞത് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഹിന്ദു മുസ്ലിം ഉണരുന്ന് പറയുന്ന ആളുകൾ ആരും ഒരു മനുഷ്യന്റെ പ്രശ്നം വരുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് സംഘടിക്കുന്നില്ല? സംഘടിക്കൂ, മുസ്ലിം വരുന്നു, ക്രിസ്ത്യാനി വരുന്നു എന്ന് പറയുന്ന ഈ നാട്ടിലെ സംഘപരിവാറുകാരനോടുള്ള ചോദ്യമാണ് പ്രേമേട്ടൻ പുന്നാടിനത്. അതിങ്ങനെ കൂട്ടി മാറ്റിയിട്ട് ഞങ്ങൾ ഹിന്ദുക്കൾ ഒരിക്കലും ഈ നാട്ടിലെ ഹിന്ദു ദാനശീലനല്ല, ധർമ്മിഷ്ഠനല്ല, അവൻ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ, അങ്ങനത്തെ ഒരു ഭാഷയും ഈ നാട്ടിലെ മുസൽമാനോ ക്രിസ്ത്യാനോ ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ട്? ഈ നാട്ടിലെ നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളൊക്കെ നമുക്കറിയാം. ഇന്നലെ ആവണിമുള്ള വീഡിയോ പങ്കുവച്ചപ്പം നേരിട്ട് തന്നെ വിളിച്ചിട്ട് 10 ചാക്ക് സിമെന്റ് ഞാൻ കൊടുക്കാം, 100 ചാക്ക് സിമെന്റ് ഞാൻ കൊടുക്കാം, കട്ടയുടെ പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞത് ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരപ്പെട്ട പലരുമാണ്. എൻ്റെ ഫോണിൽ ആ മെസ്സേജുകളൊക്കെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങളാരും അങ്ങനെ പറയില്ല. പക്ഷേ സ്വന്തം ജീവിതം കൊണ്ട് വേദന അനുഭവിച്ച ചില മനുഷ്യരത് പറയും. കാരണം ഈ നാട്ടിൽ വിദ്വേഷം പറഞ്ഞു നടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാട്ടുകാർക്ക് ഒരു ഗുണം ഉണ്ടാകത്തില്ല. അവനെ സംബന്ധിച്ചിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെറ്റ വർത്താനേ പറയത്തുള്ളൂ. അങ്ങനെ ചില നിർഗുണന്മാരായ ആളുകളെ കുറിച്ച് ഇവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സഹായിക്കത്തില്ല. അതൊക്കെ എനിക്ക് കുറച്ച് മുസ്ലിം സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവര് സഹായിക്കുക. ഞങ്ങൾ ഹിന്ദുസൊന്നും ഒരു ഞാൻ പറയുന്നതിന്റെ സഹായത്തില്ല. അവരെയൊക്കെ പറഞ്ഞ് എനിക്ക് നോക്കും. ഒത്തിരി എന്റെ സക്രിയ ബസാർ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ഈ സമീപ പ്രദേശം നേർച്ച വഞ്ചിയിലെ പൈസ അടക്കം പൊട്ടിച്ചിട്ട് കൊടുത്തു. ഇത് മുസൽമാന്റെ മാത്രം പ്രത്യേകത, നീ ക്രിസ്ത്യാനി ചെയ്യും ഹിന്ദു ചെയ്യുമെന്ന് ആരാ പറഞ്ഞ് ചെയ്യത്തില്ലെന്ന് നമ്മളാരെങ്കിലും പറഞ്ഞു? ഏത് വീഡിയോയാണ് പറഞ്ഞത്? ഈ നാട്ടിലെ ഹിന്ദു നിർഗുണനാണെന്ന് ആരാ പറഞ്ഞത്? സംഘികളെ പറഞ്ഞിട്ടുണ്ടാവാം, സംഘപരിവാറുകാരെ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹായിക്കാൻ ഒരു മനുഷ്യന് സമയം വേണ്ടേ? കാരണം അവൻ രാവിലെ മുതൽ നോക്കണം അതേ വരുന്നതാ മുസ്ലിം വരുന്നതാ ക്രിസ്ത്യാനി വരുന്നതാ നോക്കണം പിടിച്ചിറക്കാൻ പോകണ. ഇങ്ങനെ പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇവൻ ഈ ഭയപ്പെട്ട് ജീവിക്കുമ്പോൾ ഇവർക്ക് എവിടെ നിന്നാണ് പണിക്ക് പോകാൻ സമയം കിട്ടുക? എന്നിട്ട് ഇവൻ പറയുന്നത് എന്താ അറിയോ? ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യും, അതിന് ഗതിയില്ലാത്തവർ എന്ത് ഗതി പിടിക്കണമെങ്കിൽ പണിക്ക് പോടാ. പണിക്ക് പോയാൽ ഗതി പിടിക്കൂടാ.
പണിക്ക് മതി രാവിലെ. ഇങ്ങനെ നടക്കുന്നവർക്ക് ഇവിടെ നിന്നാണ് മറ്റൊരാളെ സഹായിക്കാൻ കഴിയുക? ഈ കേരളത്തിൽ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞ് ബാക്കി വന്ന പൈസ ഒരു മുസൽമാന്റെ വീട് ജപ്തിയായപ്പോൾ ആ ജപ്തിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ആ ക്ഷേത്ര കമ്മിറ്റി പിരിച്ചതിന്റെ ബാക്കി പൈസ ആ മുസൽമാൻ കൊടുത്ത നാടായത്. എൻ്റെ എത്രയോ വീഡിയോയിൽ അത് പങ്കുവച്ചിട്ടുണ്ട്. ആണെന്നൊക്കെ പറയുന്നത്. ആയിക്കോട്ടെ, ബാക്കി കാളിച്ചേട്ടൻ പറയുന്നത് കേൾക്കാം. തമാശ പറയണല്ല, നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വലിയ ദാനശീലരും മറ്റുള്ളവരൊന്നും കൊടുക്കാത്തവരാണെന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ആളുകൾക്ക് സ്വഭാവമാണ്, ഞങ്ങളുടെ ഹിന്ദു കൂട്ടത്തിലെ ആളുകൾക്ക് കുഴപ്പമാണ്. ഉത്തരം ആരോഗ്യമായിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ ചിലപ്പോൾ സഹായിക്കൂല. അവർക്ക് പെട്ടെന്ന് വയ്യാണ്ടാവുമ്പോഴാണ് അവരത് ആലോചിക്കുക. അവർക്ക് പെട്ടെന്ന് വയ്യാണ്ടാവുമ്പോൾ ഇതേമാതിരി മറ്റുള്ളവരുടെ സഹായം ചോദിച്ചാൽ കിട്ടില്ല. അപ്പോഴാണ് ഇവർക്ക് വെപ്രാളം വരിക. അതുവരെ ആരോഗ്യത്തോടെ കഴിയുമ്പോൾ ഒരാൾക്ക് സഹായം ചോദിക്കാൻ ചെല്ലുമ്പോൾ കൊടുക്കാതെ നിന്ന് മാറി നിന്ന് ഞാൻ നിൽക്കും. എന്ത്, ഒരു 50 രൂപ 100 രൂപ കൊടുത്താൽ മതി. ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, എന്ന് ഞാൻ പറഞ്ഞില്ല. ആളുകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒരു മനുഷ്യൻ 10 പൈസ കൊടുക്കില്ല. അപ്പൊ ഇവരെന്തെങ്കിലും പള്ളി കമ്മിറ്റിക്കും അവിടേക്ക് ഇവിടേക്ക് കൂടും. മറന്നു കൊടുത്തില്ല. ഇപ്പൊ മതേതരം തെളിയിക്കാൻ വേണ്ടി BJP അവിടെ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ, അതായത് മുസൽമാന്മാർ ഹിന്ദു സഹോദരൻ പള്ളിയിലേക്ക് വരുമ്പോൾ സഹായിക്കുന്നതിന് കാരണം അറിയോ? നമ്മൾ മതേതരത്വം തെളിയിക്കണം. BJP ഗവൺമെന്റ് കീഴിൽ പൊന്ന് കളിച്ചിട്ടാൻ അവർ എനിക്ക് വേറെ പണിക്ക് പോകും. 2014 ശേഷമല്ലേ ഈ കാണുന്ന രീതിയിലേക്കായത്. ഇതിന് മുമ്പ് മുസൽമാനും ഹിന്ദു പരസ്പരം കൂടി സഹായിക്കലില്ലേ? നിങ്ങളെ പേടിച്ചിട്ടാണ് ഞങ്ങൾ ദാനധർമ്മം ചെയ്യുന്നത്? നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയാണെന്നാ? എന്താണ് കാളിച്ചേട്ടാ, നിങ്ങളിങ്ങനൊന്നും പറയില്ലേ? ആയിക്കോട്ടെ. കേരളത്തിൽ മതേതരം തെളിയിക്കേണ്ടത് ഭയങ്കര ഒരു എന്താ പറയാ ഇതായിട്ട് മാറിയിരിക്കില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ഹിന്ദുക്കളെയൊക്കെ സഹായിക്കുന്നത് ഞങ്ങൾ കേരളത്തിൽ ഇങ്ങനെയാണെന്നും പറഞ്ഞ് വലിയ വർത്തമാനം പറയേണ്ടതല്ലേ? അത് ആ മിനിച്ചേച്ചിനെ അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ രണ്ടെണ്ണം പറയും ഇതൊക്കെ. അപ്പോൾ ാക്കിക്കൊണ്ട് പോകുമ്പോൾ ആ പള്ളി കമ്മിറ്റി ചെല്ലുമ്പോൾ അവിടെ പൈസ കൊടുക്കും. ആ പൈസ കിട്ടിയ സ്ഥിതിക്ക് ഇവരെന്ത് ചെയ്യും? ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങളാണ് ഇതിന് മറുപടി. ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഏറിപ്പോവും. മനസ്സിലായ? നിങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളെ സഹായിച്ചിട്ടുള്ളത്, നിങ്ങളുടെ കത്ത് തരുമ്പം നിങ്ങളുടെ ജാതി മതം നോക്കാതെ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നിങ്ങളെ സഹായിച്ചിട്ടുള്ളത് മോഡി സർക്കാർ നമ്മളെന്തെങ്കിലും ചെയ്യുന്നു വിചാരിച്ച് മതേതരം തെളിയിക്കാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇവിടുത്തെ നാട്ടിലുള്ള ഹൈന്ദവ സഹോദരങ്ങളാണ് പറയേണ്ടത്. വർത്തമാനങ്ങൾ കേട്ടല്ലോ അല്ലേ? കുറ്റം പറയും. ഞാൻ നന്ദികേട് പറഞ്ഞു ഉസ്താദ്, നിങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ഒരു പള്ളി കയറ്റിയത് ആരുടെ സ്ഥലത്ത് ഉസ്താദ്? ആര് ദാനം ചെയ്ത ഉസ്താദ്? ചേരാമ്പള്ളി. എവിടെ നിന്നാണ് എനിക്കുള്ള ഇഷ്ടിയും കട്ടകളൊക്കെ വന്ന ഉസ്താദ്? ഇതൊക്കെ ആര് കൊടുത്തതാ? സത്യം പറഞ്ഞാലേ ഞാൻ സ്തബ്ധനായി പോയി, ഉത്തരമില്ലാതെ പോയി. എടാ, ഇന്ത്യ രാജ്യത്തെ പള്ളിക്ക് സ്ഥലം കൊടുത്താരാടാ? കട്ട കൊടുത്താരാടാ? സിമെന്റ് കൊടുത്താരാടാ? ആരെ? കാണിച്ചേട്ടാ. എൻ്റെ പൊന്ന് കാണിച്ചേട്ടാ, കുറേ നാളായിട്ട് നമ്മുടെ നാട്ടിലെ കുറച്ച് ഉസ്താദന്മാരും ഇങ്ങനെ അത്യാവശ്യം നമ്മുടെ നാടിൻ്റെ സൗഹാർദ്ദം നിലനിൽക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ ഡയലോഗിൻ്റെ പ്രശ്നം എന്താ നേരിട്ട് അറിയാവാ? അതായത് ഏതെങ്കിലും ഹിന്ദു രാജാവാണ് ചേരാമൻ പള്ളിക്ക് സ്ഥലം കൊടുത്തത്, അവിടെ പള്ളി വെച്ച് കൊടുത്തത്, ഓട് കൊടുത്ത്, ഇഷ്ടി കൊടുത്തെങ്കിൽ അയാൾ ഈ ലോകത്ത് ഹിന്ദു വിഭാഗത്തോട് ഏറ്റവും അധികം ദുഷ്ടതരം കാണിച്ചൊരു മനുഷ്യനാണ്. എന്താ അറിയോ? 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നത്. എന്താണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ മുഖ്യ ആധാരം എന്നുള്ളത്? അവരുടെ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ കൂടി ഹിന്ദു വിഭാഗത്തിന് അവർ ഹിന്ദുക്കളാണെന്ന് അംഗീകരിക്കണം. ഹിന്ദുക്കളാണെന്ന് അംഗീകരിച്ചിട്ട് അവരെ ക്ഷേത്രത്തിൽ പ്രവേശിക്കണം. ഇത് 1936 കഥയാണ്. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. മഹാത്മാഗാന്ധിജി വൈക്കം മാനിലെ നമ്പൂതിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ അകത്ത് വൈശ്യനായ ഗാന്ധിജിനെ അകത്തിയിട്ടില്ല, പുറത്തിരുത്തി പന്തിട്ട് അവിടെ ഇരുത്തി. ഗാന്ധിജി ബസ്സിലെ ചോദിച്ചത് പല്ലിയും പാറ്റയും പഴുതാനൊക്കെ എഴഞ്ഞു പോവുകയും പട്ടികളൊക്കെ നടന്നു പോകുന്ന വഴിയിലൂടെ മനുഷ്യർക്ക് യഥേഷ്ടം നടന്നു പോകാൻ ക്ഷേത്രത്തിനകത്തേറ്റല്ല വഴി നടന്നു പോകാൻ. അപ്പം വൈക്കത്തെ മനിലെ നമ്പൂതിരി പറഞ്ഞത് അവർ നീചജന്മങ്ങളാണെന്നാണ്. ഈ നീചജന്മങ്ങളെന്ന് വിളിക്കുന്ന കൂടാനുകൂടി മനുഷ്യർക്ക് പകൽ വെളിച്ചത്തിൽ വെട്ടത്ത് ഇറങ്ങി നടക്കാൻ പറ്റാത്ത പറയ വിഭാഗം. 19-ാം നൂറ്റാണ്ട് കേരള ചരിത്രം വന്ന ഭാസ്കരനുടെ പുസ്തകം വായിക്കുക. പറയ വിഭാഗത്തിൽ അങ്ങനെയുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ അവർക്കൊരു വീട് വെക്കാൻ പറ്റത്തില്ല. അവർ കഴിക്കുന്ന ഭക്ഷണത്തെ പോലും നികൃഷ്ടമായി പറയേണ്ടത് അരിക്കണ്ടി എന്നാണ്. അവർ ഉണ്ടാക്കുന്ന വീടിനെ കുറിച്ച് പറയേണ്ടത് വീട് ഭവനം എന്ന് പറയാൻ പറ്റില്ല, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ചാണകക്കുണ്ട, വില്ലൻ ലോകന്റെ മലബാർ മാനുവൽ വായിക്കുക. ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ഒരു വിഭാഗം ഈ നാട്ടിൽ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ, ഹിന്ദു സഹോദരൻ ഉണ്ടായിരുന്നപ്പോൾ, എവിടുന്നോ വന്ന മുസൽമാനും ക്രിസ്ത്യാനികൾക്കും നിങ്ങൾ പള്ളി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും? അപ്പം ആരാണ് ഹിന്ദുവിനെ ദ്രോഹിച്ചത്? നിങ്ങൾ കണ്ടല്ലോ അല്ലേ? എന്താ മറുപടി കൊടുക്കണ്ടേ അല്ലേ? നമ്മൾ നന്നാകും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇതൊക്കെ പഴയ പോലെ തന്നെ. എനിക്ക് തോന്നുന്നു കാളിച്ചേട്ടൻ സംഖ്യകൾക്കെതിരെ ഒരു 4-5 വീഡിയോകൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ചെയ്തു. അതിനൊരു പക്ഷേ ചിലപ്പോൾ കാളിയണ്ണനെ മറ്റേ ശാഖയെ വിളിച്ചിട്ട് നല്ല ഡോസ് കൊടുത്ത് കാണും. കാരണം പുള്ളി വലിയ ആൺകുട്ടിയാന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് 2-3 വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പുള്ളിയോട് താല്പര്യവും തോന്നി, ഇഷ്ടമൊക്കെ തോന്നി. ഇപ്പോഴും വെറുപ്പൊന്നുമില്ല കേട്ടോ. കാരണം ചിലപ്പം പല സമ്മർദ്ദം കൊണ്ടൊക്കെ പറഞ്ഞു പോകുന്നതായിരിക്കും. എൻ്റെ കാളിയണ്ണ ഈ സഹായിക്കുക എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ ഇതിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു സാധനമാണെന്നേ. ദാനധർമ്മം കൊടുക്കുക എന്നുള്ളത്, വിഷമിക്കുന്നവന്, അന്നമില്ലാത്തവന് അന്നം കൊടുക്കുക എന്നുള്ളത്, ഇതൊക്കെ കുഞ്ഞുനാൾ മുട്ടേ നിങ്ങൾ ഈ പറയുന്ന മദ്രസയില്ലേ, ഈ തീവ്രവാദം പഠിപ്പിക്കുന്ന മദ്രസ, അവിടെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ചുറ്റുപാടും നോക്കുക. അവിടെ ആരെങ്കിലും വിശന്ന് കിടക്കുന്നുണ്ടെങ്കിൽ നീ വയറ് നിറച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മളിൽപ്പെട്ടവരല്ല എന്ന് പഠിപ്പിക്കുക. ഇതൊക്കെയാണ് ഞങ്ങളെ കുഞ്ഞുനാൾ മുതൽ പഠിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ നിന്റെ തൊട്ടടുത്ത് കിടക്കുന്നത് മറ്റേ ഹാർപ്പിക് ഹുസൈനെ പോലുള്ള ചില മരപ്പട്ടി വാഴകളുണ്ടല്ലോ, ഇവന്മാർ വന്ന് പറയുന്ന കണക്ക് മറ്റേ കാഫറിനെ കണ്ടാൽ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊള്ളണം, ഓടിക്കൊള്ളണം, ഇതൊന്നും ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ ഇതൊക്കെ തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട്
ഞങ്ങൾ ഇതൊക്കെ ചെയ്യും. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ നല്ല ഹൈന്ദവനും നല്ല ക്രൈസ്തവനും ഒക്കെ വാരിക്കോരി ഒരുപാട് കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് അണ്ണാ നന്നാവാത്തത്? എന്താണ് ഞാൻ ഇതിനൊരു മറുപടിയാണ് പറയേണ്ടത്? എന്തായാലും എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള പ്രേക്ഷകർ നിങ്ങൾ തന്നെ ഇതിനൊരു മറുപടി കൊടുക്കുക, അതായിരിക്കും ഉചിതം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.